നമ്മളിപ്പോൾ ഒരു വാർത്ത കണ്ടു. ആ വാർത്ത കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മാതൃഭൂമി വാർത്തയുടെ ഒരു വിഷയം എന്നോട് ചോദിച്ചതിൻ്റെ മറുപടി പറയുക എന്ന ലക്ഷ്യത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അതായത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അസസ്മെൻറ്റ് പ്രൊസീഡിങ്സിനെ കുറിച്ച് ഒരു അത്യാവശ്യം ഒരു വിശകലനം നടത്തിയിട്ട് വേണം ഇത്തരം വാർത്തകൾ കൊടുക്കാൻ. ഇൻകം ടാക്സ് പ്രൊസീഡിങ്സിൻ്റെ ഫൈനാലിറ്റി അസസ്മെൻറ്റ് ഓർഡറാണ്. അസസ്മെൻറ്റ് ഓർഡേഴ്സ് ഓൾറെഡി കഴിഞ്ഞ ഡിസംബറിൽ തന്നെ അല്ലെങ്കിൽ ജനുവരിയിൽ തന്നെ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഒരു സബ്സ്റ്റാൻറ്റീവ് അസസ്മെൻറ്റ് ഓർഡേഴ്സും ഒരു ലീഗ് നേതാവിനെതിരെയും ഇല്ല. സബ്സ്റ്റാൻറ്റീവ് അസസ്മെൻറ്റ് ഓർഡർ എന്താണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. സബ്സ്റ്റാൻറ്റീവ് അസസ്മെൻറ്റ് ഓർഡേഴ്സിന് റിക്കവറി ഉള്ളൂ. എന്നാൽ അസസ്മെൻറ്റ് ഓർഡേഴ്സ് കിട്ടിയ ആളുകളെല്ലാം അതിൻ്റെ മേൽ 30 ഡേയ്സിനകം അപ്പീൽ കൊടുക്കണം. അപ്പീൽ മെമ്മോറാണ്ടം സബ്സ്റ്റാൻറ്റീവ് അസസ്മെൻറ്റ് ഓർഡേഴ്സ് എല്ലാം കിട്ടിയവരെല്ലാം കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്തത് 30 ഡേയ്സിനകം കൊടുക്കാത്ത ഒരു അസസ്സിയും ഉണ്ടാവില്ല, രാജ്യത്തുണ്ടാവില്ല, എല്ലാവരും കൊടുക്കും. അത് കൊടുത്തു കഴിഞ്ഞാൽ അതിപ്പോൾ ചെയ്യുന്നത് ഫേസ്ലെസ് അസസ്മെൻ്റാണ്, അപ്പീലാണ് കൊടുക്കുന്നത്. ഫേസ്ലെസ് എന്ന് പറഞ്ഞാൽ ഓൺലൈനിലാണ് അപ്പീൽ അപ്ലോഡ് ചെയ്തത്. ഓൺലൈൻ അപ്പീൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സാധാരണഗതിയിൽ ഈ മറ്റ് ഓഫീസേഴ്സിന് അതിനെക്കുറിച്ച് നോളജ് ഉണ്ടാവില്ല. അവർ 6 മന്ത്സ് കൂടുമ്പോൾ അപ്ഡേഷന് വേണ്ടിയിട്ടുള്ള ലെറ്റേഴ്സ് അയക്കും. ആ ലെറ്റേഴ്സിനകത്ത് അപ്പീൽ നമ്പർ, അപ്പീലിൻ്റെ നിലവിലുള്ള സ്ഥിതികൾ, മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കണം. അത് കൊടുക്കുന്നതിന് നോട്ടീസ് കൊടുത്താൽ അതിനൊരു ഡേറ്റ് ഫിക്സ് ചെയ്യും. ആ ഫിക്സ് ചെയ്ത ഡേറ്റിൽ നോട്ടീസ് കിട്ടിയ മുഴുവൻ ആളുകളും അതിന് മുമ്പായിട്ട് ആ അപ്പീലിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുത്തു കഴിഞ്ഞു. ഇതൊരു ലെറ്ററാണ്. 6 മാസം കഴിയുമ്പോൾ വീണ്ടും ലെറ്റർ വരും, ഇതിൻ്റെ പ്രൊസീഡിങ്സ് എവിടെ വരെ ആയിരുന്നു അറിയാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഒരു ഫെയിലിംഗ് ക്ലോസ് അല്ലെങ്കിൽ ഡിഫോൾട്ട് ക്ലോസ് എടുത്ത് വെച്ചിട്ട് റവന്യൂ റിക്കവറി ആണെന്നൊക്കെ പറഞ്ഞാൽ കഷ്ടമാണ് കേട്ടോ. അങ്ങനൊരു സാധനം ഇല്ല. കാരണം ഇതെന്താ പ്രൊസീഡിങ്സ് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം കൺക്ലൂഡഡ് പ്രൊസീഡിങ്സ് ആണ്. അപ്പീൽ പെൻഡിങ് ആയിക്കഴിഞ്ഞാൽ സബ്ജുഡീസാണ്. അതിനെക്കുറിച്ച് ഒരുപാട് പറയുന്നതിനും പരിമിതിയുണ്ട്. ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് ഒരു അസംബന്ധമാണ് ഈ വാർത്ത. അങ്ങനെ ഒരു റവന്യൂ റിക്കവറി എടുക്കാൻ പറ്റുമോ? ഒരാൾക്ക് സബ്സ്റ്റാൻറ്റീവ് അസസ്മെൻറ്റ് ഓർഡർ നിൽക്കുന്നു, അയാളുടെ അപ്പീൽ കൊടുത്തിരിക്കുന്നു. സബ്സ്റ്റാൻറ്റീവ് അസസ്മെൻറ്റ് ഓർഡർ എന്നല്ല റിക്കവറി ഉള്ളൂ. അയാളുടെ അപ്പീൽ പെൻഡിങ് നിൽക്കുമ്പോൾ വേറൊരു റിക്കവറി പറ്റുമോ? നമ്മൾ പറയുന്ന ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടു, ഓർഡേഴ്സിൻ്റെ കോപ്പി പ്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞു. ഓർഡറിൻ്റെ പ്രൊഡ്യൂസ് ചെയ്തില്ലെങ്കിൽ ഡിഫോൾട്ട് ക്ലോസിൽ മറ്റ് നടപടികൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞാൽ ഓർഡറിൻ്റെ പ്രൊഡ്യൂസ് ചെയ്താൽ കഴിഞ്ഞില്ലേ? അത് കഴിഞ്ഞിരിക്കുന്നു. പിന്നെ അതിനെന്താ ഒരു പുതുമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരാൾക്കും ഒരു ലീഗ് നേതാവിനും സബ്സ്റ്റാൻറ്റീവ് അസസ്മെൻറ്റ്സ് ഇല്ല. പ്രൊട്ടക്റ്റീവ് ഓർഡേഴ്സാണില്ല. അതൊരു യൂഷ്വൽ എക്സസൈസാണ്. മാത്രമേ എനിക്ക് വരാൻ മുമ്പ് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് KYC നോംസ് പാലിക്കേണ്ടാത്ത കാലഘട്ടങ്ങളിൽ ഡിപ്പോസിറ്റുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ എല്ലാ സൊസൈറ്റികൾക്കെതിരെയും നടക്കുന്നുണ്ട്. ATP എക്സംഷനെ സംബന്ധിച്ചുള്ള തർക്കങ്ങൾ സുപ്രീം കോടതി നടക്കുന്നുണ്ട്. പുതിയ ഗവൺമെൻറ് വന്നതിന് ശേഷമുള്ള ആക്ഷൻസ് ഈ 1000 കോടി എന്നൊക്കെ പറയുന്നതിൻ്റെ കണക്കിതാണ്. ഈ എക്സംഷൻ ഇല്ലാതെ വന്നാലുണ്ടാകുന്ന കുഴപ്പങ്ങൾ 269 SS പ്രധാനപ്പെട്ട് 20,000 കൂടുതൽ ഡിപ്പോസിറ്റിനെ സംബന്ധിച്ചുള്ള ഇഷ്യൂ എല്ലാ ബാങ്കുകളും ബാധിക്കുന്ന വിഷയമാണ്. അതെല്ലാം എടുത്ത് പെരുപ്പിച്ചിട്ട് വലിയ കോടി എന്നൊക്കെ പറഞ്ഞാൽ പറ്റുമോ? അത് തെറ്റായ വാർത്തകൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം അതെന്താണെന്ന് ആ ഓർഡർ ഒന്ന് വായിക്കണം. അസസ്മെൻറ്റ് ഓർഡേഴ്സെങ്കിലും വായിച്ചിട്ട് വേണം എനിക്ക് പറയാം. അതിപ്പോൾ വന്ന പുതിയൊരു കാര്യമല്ല എന്നാണ് എനിക്ക് പറയാം. ഈ സഹകരണ ബാങ്കിന് പരിധികളുണ്ടല്ലോ, അപ്പോൾ ഈ ലീഗ് നേതാക്കളുടെ പേരിൽ അങ്ങനെ അക്കൗണ്ട് ഇല്ലേ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. ഇതിൻ്റെ എൻക്വയറി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിയതിന് ശേഷം അവർക്ക് സബ്സ്റ്റാൻറ്റീവ് അസസ്മെൻറ്റ് ഓർഡേഴ്സ് ഇഷ്യൂ ചെയ്തിട്ടില്ല. അവിടെ കഴിഞ്ഞില്ലേ? അതിൻ്റെ മേൽ ഇപ്പോൾ അപ്പലേറ്റ് അതോറിറ്റിയിൽ കിടക്കുമ്പോൾ സബ്ജുഡീസ് അല്ലേ? അതെങ്ങനെയാണ് പറയാൻ പറ്റുന്നത്? നിങ്ങൾ ഓരോരുത്തരോട് ചോദിച്ചാൽ അത് കഴിഞ്ഞു. സബ്സ്റ്റാൻറ്റീവ് അസസ്മെൻറ്റ് ഓർഡേഴ്സ് ഇല്ല ലീഗ് നേതാക്കൾക്കെതിരെ, റിക്കവറിയും ഇല്ല. അസംബന്ധമാണ്, തെറ്റാണ്. നിങ്ങൾ അതിൻ്റെ പ്രൊസീജിയർ അറിയാതെയാണ് പറയുന്നത്. ഒരു ഓർഡറിൻ്റെ ലാസ്റ്റത്തെ ലൈൻ എടുത്ത് വായിച്ച് നോക്കിയിട്ട് അത് ഡിഫോൾട്ട് ക്ലോസ് ആണ്. ഫെയിലിംഗ് വിച്ച് എന്ന് എഴുതിയിട്ടുണ്ട് അതിനകത്ത്. ഫെയിലിംഗ് വിച്ച് എന്ന് എഴുതി കഴിഞ്ഞാൽ മുമ്പത്തെ കംപ്ലൈൻറ്റ് ചെയ്താൽ കഴിഞ്ഞില്ലേ? ആ കംപ്ലൈൻറ്റ്സ് എന്താ? ചില ഡോക്യുമെൻറ്റ്സ് കൊടുക്കാനാ, കൊടുത്തു കഴിഞ്ഞു, അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ക്ലോസ് ചെയ്യുന്നവരെ 6 മാസം കൂടുമ്പോൾ നോട്ടീസ് വരുന്നതാണോ? അപ്പീൽ മെമ്മോറാണ്ടം പെൻഡിങ്ങിലാവുമ്പോൾ മുമ്പ് എന്താണെന്ന് ചോദിച്ചാൽ ഫിസിക്കലായിരുന്നു എല്ലാവരും കാണുന്നത്. ഇപ്പോൾ അത് ഓൺലൈനാണ്, ഫേസ്ലെസ് അപ്പീലുകളാണ്. അപ്പോൾ പ്രൊസീഡിങ്സിൻ്റെ സ്റ്റേജ് എന്താണെന്ന് അറിയാൻ വേണ്ടി കൺസേൺഡ് ഓഫീസേഴ്സ് ഇൻറ്റിമേഷൻ ലെറ്റേഴ്സ് അയക്കും. അത് നോട്ടീസല്ല, അത് ആദ്യം വായിച്ചോ, ലെറ്റർ വായിച്ചു നോക്കുക. നോട്ടീസല്ല, ലെറ്ററാണ്. ആ ഇൻറ്റിമേഷൻ ലെറ്ററിൻ്റെ മേൽ അവർ ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ കൊടുക്കണം, അത്രേ ഉള്ളൂ. അത് കൊടുത്തു കഴിഞ്ഞു, അത്രേ ഉള്ളൂ. അതിൻ്റെ ഡിഫോൾട്ട് ക്ലോസ് എടുത്ത് വെച്ചിട്ട് റിക്കവറി എടുക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞാൽ എന്താ പറ്റും? അവർക്കാർക്കും സബ്സ്റ്റാൻറ്റീവ് അസസ്മെൻ്റ് ഇല്ല. പിന്നെ എങ്ങനെ അവർക്കാർക്കും സബ്സ്റ്റാൻറ്റീവ് അസസ്മെൻ്റ് ഇല്ല? അവർക്കാർക്കും റിക്കവറിയും ഇല്ല. പിന്നെ എങ്ങനെ സബ്സ്റ്റാൻറ്റീവ് അസസ്മെൻ്റ് എൻ്റെ പേരിൽ നിൽക്കുന്നു, പ്രശാന്തിൻ്റെ പേരിൽ റിക്കവറി എടുക്കാൻ പറ്റുമോ? സബ്സ്റ്റാൻറ്റീവ് അസസ്മെൻറ്റുകാർക്കല്ലേ റിക്കവറി ഉള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കാതെയാണ് ഇത് പറഞ്ഞിരിക്കുന്നതാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ ഒരു ഇഷ്യൂ അവിടെ ഇല്ല. അതുമായി ബന്ധപ്പെട്ട പ്രൊസീഡിങ്സ് അവിടെ കൺക്ലൂഡഡ് ആണ്. എല്ലാം അപ്പലേറ്റ് അതോറിറ്റി പെൻഡിങ്ങുമാണ്. അത്രേ ഉള്ളൂ.